ഹായ് ഗായ്സ്, ഞങ്ങളുടെ മറ്റൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പിലാണ്. ഇന്ന് റാൻഡമായിട്ട് കുറച്ച് ഡാമിലോട്ട് വിളിച്ചുകൊണ്ടാവാ നമ്മൾ സദാജി. പിന്നെന്ന് വെച്ചാല് ഇവിടെ ഇന്ന് ഡാം ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് 2025 ഡേ ഫസ്റ്റ്. റാൻഡമായിട്ട് ചില സ്ഥലങ്ങൾ പോകാന്ന് വിചാരിച്ചപ്പോ ഇവിടെ സ്ഥലം വെച്ച് നോക്കിയാൽ കുറച്ച് ഡാംസ് ഉള്ളു, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ കുറേ വലിയ മലകളൊക്കെ ഉണ്ട്. സോ ആദ്യമായിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സദാജിന്റെ ബർത്ത്ഡേന്റെ അന്ന് എന്താ പറയാ പോയ ട്രിപ്പ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വരേണ്ടി വന്ന്. കാരണം ഒന്നാമത് അതൊരു ഒരു മലേന്റെ മേലെ പോകണമായിരുന്നു. പക്ഷെ ഇത് ഇന്ന് അങ്ങനെ കയറാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഹെൽത്ത് എല്ലാം കൊണ്ട് ഓക്കെയാണ്. അങ്ങനെ നമ്മളിന്ന് പ്ലാൻ ചെയ്തു ട്രിപ്പ് പോവാന്ന്. പിന്നെ ഇവിടെ ഈ അടുത്തൊരു ഡാമുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ 2 ഡാമും കൂടി ഉണ്ട് പോവാന് അല്ലേ. അപ്പൊ ഇന്ന് ഫുള്ള് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്താണ് അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓൾറെഡി എടുത്തിട്ടാട്ടോ വന്നത്. ഫുഡ് ഇവിടെ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ചെറിയ പിന്നെന്താണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. നമ്മൾ പോയി കാണാം. ഇന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ട്രിപ്പ് മാത്രം. അതാണ് സെലിബ്രേഷൻ. ഇത്ര വർഷം ന്യൂ ഇയർ അവിടെ സെലിബ്രേറ്റ് ചെയ്തത് നിങ്ങൾ? യെസ് ഗൈസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്പത്തേക്ക് ഓഫ് ആക്കണോ? ഞാൻ കാര്യം പറയട്ടെ ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയർ ടൈമിൽ ഞാൻ ന്യൂ ഇയർ ടൈമിൽ ഞാൻ കാലിക്കറ്റിലായിരുന്നു. ഏച്ചി തക്കടു എല്ലാവരും അന്ന് സദാജി ഉണ്ടായിരുന്നില്ലേ. അന്ന് കഴിഞ്ഞ ന്യൂ ഇയർ നമ്മൾ ഇവിടെ പോയിട്ടുണ്ട്, മാനാഞ്ചിറ സ്ക്വയറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഗൈസ് ഉള്ളൂ, വേറെ സ്ഥലമൊന്നും അവർക്ക് പോകാൻ അറിയില്ല. പോകാൻ അറിയാല്ല. അവിടെ ബീച്ച് SM സ്ട്രീറ്റ് ഉള്ളായിട്ടുള്ളൂ. ഇവിടുന്ന് പോവാണ്. പൈസന്റെ ബാക്കിൽ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നല്ല നല്ല ബസ്സുണ്ട് കാണാൻ അവിടേക്ക്. ഒരു തോപ്പ് പോലെ, തോപ്പ് എന്നാ പറയുന്നത്, വരമ്പൊക്കെ ഉള്ള. ഗൈസ്, ഇത് കൊടൈക്കനാലിനൊക്കെ പോകുന്ന സെയിം റോഡ് തന്നെയാണ് കേട്ടോ. കൊടൈക്കനാൽ അങ്ങോട്ടേക്ക് പോണ്ട, ഇതിന്റെ ഈ തൊട്ടടുത്തല്ലേ വരുന്നത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഡാം വരുന്നത്. ഇതിന് മുന്നേ അവരോട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ ശ്രദ്ധിച്ചില്ലേ, ഒരുപാട് മൂവീസിലുണ്ടാവും ഈ ഏരിയ. എന്താ പറയാ, ഈ സിനിമക്കല്ലേ വടക്കൻ സെൽഫി, ആ മൂവിയിലൊക്കെ ഉണ്ട് ഈ ഒരു ലൊക്കേഷൻ കേട്ടോ. അതിലൂടെയാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മരങ്ങൾ എന്ന് വെച്ചാൽ പുളിമരമാണ്. പുളിമരം അപ്പുറത്ത് കണ്ട വയല്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഡാമിലോട്ടുള്ള വഴി അതിലേക്ക് നമ്മൾ കയറി. നമ്മൾ ഡാമിന്റെ ഉള്ളിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോ എത്തിയത് പളനിയിലുള്ള വരമാനദി ഡാമാണ്. സോ ഈ ഡാമില് ഇപ്പോ മഴ പെഞ്ചിട്ട് വെള്ളം ഒന്നും അധികം ഒന്നുമില്ല. കാണിക്കാപ്പോ ഇതൊക്കെ അവർ പറയേണ്ടതാ, വിട്ടുപോയി. ഒന്നാമത് ഞാൻ ഡാമിലോട്ട് കയറുന്ന സമയത്ത് എൻട്രൻസിന്റെ അവിടെ ഞാൻ ഒന്ന് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, കുരങ്ങന്മാരുണ്ടാവും. ഇവിടെ ഒന്നിനിപ്പോ ഞാൻ കണ്ടില്ല. മേ ബി ആ ഭാഗത്തേക്ക് ഉണ്ടാവും. അല്ല, ഇത്രയും സ്റ്റെപ്പ് ഉണ്ടല്ലേ കയറാന്. എളുപ്പമായൊന്നുമില്ല. നമ്മൾ പണ്ട് അതിൽ കൂടെ എന്തോ പോയില്ലേനോ? ശരി. ഇതിന് മുന്നേ വന്ന സമയത്ത് ഇപ്പുറത്ത് വെള്ളം സദാജിയായ വരമ്പത്ത് കൂടെ ഉണ്ട് കൊണ്ടുപോയിക്കണേ. എങ്ങനെങ്കിലും അടി തെറ്റിയ ആനയും വീഴുന്ന പോലെ ആയിപ്പോയി. എന്താ പെറുപുറത്തിട്ടാണ് പോണത്. വെള്ളമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടാവുന്നു. ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറാണ്ട് ഇതൊന്നല്ല. അപ്പൊ കാണിച്ചുതരാം. അവിടെ ഇരുന്നേ കിതപ്പ്.
ഇവിടെ ഇതാണ് ആ ഡാം. ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടിരിക്കുക. സോ അപ്പുറത്ത് ഡോറ് ക്ലോസ് ആണെങ്കിൽ അവിടെ വെള്ളമൊന്നുമില്ല, അതുകൊണ്ടാണ്. ഇതാണ് ഡാം വെള്ളം. ഇവിടെ വ്ളാഗർ പടി കയറി വന്നിട്ട് വെച്ചിട്ടിരിക്കുക. അയ്യോ ഈ അടുത്ത് ഞാൻ അത്രയും റിസ്ക് എടുത്തില്ല. ചെറിയ സ്റ്റെപ്പ് കയറി വന്ന കൊണ്ടാണ്. ഇതുമാതിരിയാണ് ഉണ്ടാവുക ഇനി പോണ ഒவ்வொரு ഡാമും. ഇല്ല സത്യം പറയാ, ഇനി ഡാമിൽ സ്റ്റെപ്പ് ഇറങ്ങി തീരെ പറ്റൂലെങ്കിൽ ഡാമിൽ എങ്ങനെ നാളെ കയറി നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പല്ലേ ഉണ്ടാകുള്ളൂ. പിന്നെ ഇവർക്ക് നോക്കാറൊക്കെയാണ് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഡാമിൽ എന്ന് പറയുമ്പോൾ ഒരാഴ്ചയൊക്കെ പോകാൻ ഒക്കെയാണ്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഡാമിൽ പോകുന്നതും കുഴപ്പമില്ല, എല്ലാം ഒരേ മോഡലിലാണ് ഉണ്ടാക്കിച്ചത്. അതെ, പിന്നെ ഡാമിൽ എന്ത് മോഡലുണ്ട്. അതൊക്കെ കയറുമ്പോൾ ചെറിയൊരു പാർക്ക്, അത് കഴിഞ്ഞ ഒരു സ്റ്റെപ്പ്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞാൽ എന്താണ് ഇതേപോലെ ഒരു ഇത് വരമ്പ് അല്ല അത് സാധനം നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കണ്ടില്ലേ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടി മലകള്. ഇതിന് മുന്നേ ഒരു വ്ളോഗ് എടുത്തില്ലായിരുന്നോ നമ്മള് ബോട്ടിംഗ് ഒക്കെ പോയത്? ആ ഒരു ഡാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല, ഒരുമാതിരി ഉണങ്ങിയ സ്ഥലം പോലെ ഉണ്ട്. അത്രയും ഒന്നുമില്ല, ഒരു സ്ഥലത്ത് തണല് പോലും ഇല്ല ഇരിക്കാൻ. ഏതൊരു പോസ്റ്റ് ഇതില്ല, അതിന്റെ ചോട്ടിൽ ഇരിക്കാൻ. അവിടെ പോയിട്ട് അത് എടുക്കാറോ? എവിടെ? അവിടെ പോണ പൊരി വെയിലാടോ. അതൊക്കെ സൂര്യനിൽ ഇറങ്ങി വന്ന മാതിരി. ഇത്രേ ഉള്ളൂ ഈ ഡാമില്. ഇനി അടുത്ത് നമ്മൾ പോകാനിരിക്കുന്നത് വേറെ ഒരു ഡാമായിരിക്കും. സോ അവിടെ എത്തിയിട്ട് ആ സ്ഥലം നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഒന്നാമത് റെസ്റ്റ് കഴിഞ്ഞു. സദാജി വ്ളോഗ് എടുത്തത്. നമ്മളിപ്പോ വേറൊരു ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് വെയിലില്ല, ക്ലൈമറ്റ് ഒക്കെയാണ്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. ഇവിടേക്ക് വരുമ്പോ അങ്ങനെ വലിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല, ആളുകളൊന്നും ഉണ്ടാവില്ല. ഒക്കെ വയൽ ഏരിയ ആയതുകൊണ്ട് நம்ம எங்கே வந்திருக்கோம்னா பாலசமுத்திரம் அங்கே இருக்கிற டேமுக்கு வந்திருக்கோம். இந்த டேமில் இருக்கிற ஸ்பெஷல் என்னென்னா ஒரே கல்லில் 2 மாங்காங்க மாதிரி இங்கே ஒரே இடத்துல 2 டேமு. இப்போ எங்களுக்கு பின்னாடி தெரியுது பார்த்தீங்களா, இந்த டேமு பேர் வந்து பாலாறு. இதுக்கு அடுத்த பக்கத்தில் ஒரு டேம் இருக்குது, அந்த டேமு பேர் பொருந்தலாறு. ஸோ ஒரே கல்லில் 2 மாங்காய் மாதிரி ஒரே இடத்துல 2 டேம். ഒരേ ഡയലോഗ് 2 പ്രാവശ്യം പോയത് സദാജി. അതെ, അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ നല്ലൊരു തണലേരിയ കിട്ടിയിട്ടുണ്ട്, നല്ല സുഖമുണ്ട് ഇവിടെ. അവിടെ ഒരു ചെറിയ വെള്ളം പോകുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് ഗൈസ്. അതില് ചക്കമാരൊക്കെ കുടിക്കും, നല്ല ഒരു സൂപ്പറായിട്ട് പീസ്ഫുള്ളായിട്ട് കാണിച്ചു തരാം. ശരിക്കും ഇവിടെ ഒരു അമ്മമ്മ ആട് വെക്കുന്നുണ്ട്. മറ്റേത് ഏതാ എളുപ്പം? അല്ലോ എളുപ്പം മതി. അറിയുന്നത് കോഴിക്കോട് ഉണ്ടെങ്കിൽ
ചേച്ചിനെ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് ഉറപ്പിക്കുന്നു. ഇവിടെ സദാജിനെ ഡാമിൽ കൊണ്ടുപോയിട്ട് ഉറപ്പിക്കുകയാണ്. എല്ലാം ഏറ്റുവാങ്ങാൻ ഈ ജീവിതം ഇനിയും ബാക്കി. സ്ഥലം കാണിക്ക്. അവിടെ വെള്ളം ഉണ്ടല്ലോ. ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നിട്ട് പോയി നോക്കാം. സദാജി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പോവാനേ തോന്നിയില്ല. തക്കുടിനെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. തക്കുടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ കുറേ വെള്ളത്തിൽ കളിക്കുകയും. ഇന്ന് ഇവിടെ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഡാമിൽ പോയപ്പോൾ നമ്മൾ രണ്ടുപേരും ചെറിയൊരു ക്ലാഷായി. പിന്നെ സദാജി ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഓക്കെ, താങ്ക്സ് ബ്രോ. ഗൈസ്, നമ്മൾ കോഫി അടിക്കാൻ വന്നതാണ്. ഭയങ്കര ടയർഡായി. വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് കോഫി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.